ഞാൻ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ AI വെച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവിടെ ആർക്കും ഇല്ല. because നമ്മളും AI-യുടെ എന്താ പറയുക, അപ്പോൾ അത്രയുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഞാൻ എന്നെ ഒരു ഫ്ലോഡ് പറഞ്ഞതേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇനി അവർ പേഴ്സണലി ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം. ബിക്കോസ് ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു. ബ്രദർ, ഞാൻ അതാ പറയണേ, എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട്. ഇപ്പം എൻ്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട്. എല്ലാം എൻ്റെ കരിയർ മുഴുവനും അങ്ങനെ ആയിരുന്നില്ല. ഒരു ഘട്ടത്തിലാണ്, ഒരു 2018 ശേഷം, മേപ്പടിയാൻ സക്സസിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ട്. എല്ലാ നടന്മാർക്കും അങ്ങനെയാണ്. ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആൾക്കാർ കഥ കേൾക്കും, സജസ്റ്റ് ചെയ്യും, ചിലർ നേരിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സിനിമാ ജീവിതം അങ്ങനെയാണ്. എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ്. അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞതാണ്, 2018 മുതൽ 21 വരെ നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയാണ്. അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ ഒരു 4 മാസം 5 മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട്. ഇത് കോവിഡും കൊറോണ ടൈമിൽ വന്നു. ഒരിക്കലും പറയാത്തതെന്ന് വെച്ചാൽ, സാധാരണ എന്നെ ഗൺ പോയിന്റിൽ വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത്. എൻ്റെ ആഗ്രഹമാണ്. ഞാൻ എൻ്റെ അച്ഛനോട് അമ്മോട് ചോദിച്ചു, ഞാൻ വീട് പണയം വെച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. സിനിമയിൽ ആകെ ഒരു പാസിംഗ് സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ SDPIയുടെ ആംബുലൻസുള്ള എത്രയോ സിനിമകളുണ്ട്. ഞാൻ പറയാണ്, ജസ്റ്റ് എക്സാമ്പിൾ. ഞാൻ ഇനി സേവാഭാരതി SDPIയിലേക്ക് കൊണ്ടുപോകണ്ട, ഞാൻ പറഞ്ഞു വരികയാണ്. രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോൾ പിന്നെയും അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിലെടുക്കാൻ സിനിമ എടുക്കാൻ. മാളികപ്പുറം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നത് അവൻ അതെന്തായാലും മാളികപ്പുറം അഗ്രസീവ് പ്രൊമോഷനും പിന്നെ ഹിന്ദുത്വ അജണ്ട. പിന്നെ ജയഗണേഷ് വന്നപ്പോൾ പ്രൊപ്പഗൻഡ സിനിമ. പിന്നെ മാർക്ക് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്ക് കണ്ടതിന് ശേഷം. അതിന് മുന്നേ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ. അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് USP ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറെ ഈ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ഉണ്ണിക്ക് വിഷമം ഉണ്ടായിരുന്നു? ഉണ്ണിക്ക് മാർക്ക് കഴിഞ്ഞു, പിന്നെ സിനിമകൾ വരാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണെന്നൊക്കെ ഞാൻ മേപ്പടിയാൻ തൊട്ട് എനിക്ക് വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ. അപ്പോൾ അതിന്റെ വിഷമമാണ് തന്നോട് തീർത്തതെന്നാണ് വിപിൻ പറയുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് സീരിയസ് തിങ്. ഞാൻ ഇന്ന് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. നിങ്ങൾ വനിതയല്ലേ? ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റിനുണ്ടായ ഇഷ്യൂ ആണ് ഞാൻ സംസാരിക്കാൻ പോയത്. യു ഡോണ്ട് റാൻഡംലി നിങ്ങളിങ്ങനെ, ഞാൻ എൻ്റെ ഈ കൂട്ടത്തിൽ എൻ്റെ വിഷമം പറഞ്ഞു. ഡെഫിനറ്റ്ലി വിഷമം അല്ലല്ല, എന്റെ ഫ്രസ്ട്രേഷൻ ഒന്നുമല്ല. ഞാൻ എന്റെ സങ്കടം പറയാം. നിങ്ങളൊരു നടൻ എന്ന നിലയിൽ എന്റെ വേർഷൻ കൂടി നിങ്ങൾ എന്റെ വേർഷൻ കേൾക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ മാനേജറുമായി ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ ഉണ്ണി മുകുന്ദൻ വിശദീകരണം നൽകുകയാണ്. താൻ മർദ്ദിച്ചിട്ടില്ല വിപിൻ എന്ന മുൻ മാനേജറെ എന്നുള്ളതാണ്. മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. വിപിനെതിരെ ഒരു നടി ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. ഒട്ടേറെ നടികൾ വിപിനെതിരെ പരാതി നൽകിയതാണ്. ആ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഉള്ള ശ്രമമാണ് വിപിൻ നടത്തിയത് എന്നുള്ളതാണ്. താൻ പരാതി നൽകുകയാണ്, പരാതിയുമായി മുന്നോട്ട് പോകും, DGPക്ക് പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. തന്നെ തകർക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്, അവർ വിപിനെ ഉപകരണമാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുന്നത്. തനിക്ക് ആരോടും വ്യക്തിവിരോധമില്ല, കേസുമായി മുന്നോട്ട് പോവുകയാണ്, താൻ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ കോളൊക്കെ തനിക്കെതിരെ ഉള്ളത് പുറത്തുവിട്ടു. അത് പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്നുള്ളതിൽ തനിക്ക് സംശയമുണ്ട്. വ്യക്തി ജീവിതത്തെയും ഒപ്പം തൻ്റെ സിനിമാ ജീവിതത്തെയും അപമാനിക്കാനാണ് വിപിൻ ശ്രമിച്ചത് എന്ന് പറയുന്നു. യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വിപിൻ ഉണ്ടാക്കിയ നാടകമാണ് ഈ സംഭവമെല്ലാം എന്നാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. 3 മാസം മുൻപ് ഒരു നടി ഫെഫ്കയിൽ വിപിനെതിരെ പരാതി നൽകി, കൂടാതെ അമ്മയിലും പരാതി നൽകിയിട്ടുണ്ട്. ആ ദിവസം ഉണ്ടായ പ്രശ്നങ്ങൾ എന്ത് എന്നുള്ളത് കൂടി ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. ചൂടായി സംസാരിക്കുന്നു. ആ സമയം കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുകയാണ്. അതായത് മർദ്ദിച്ചിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെയാണ് ഉണ്ണി മുകുന്ദൻ വിശദീകരിക്കുന്നത്.